എൻ്റെ പേര് ആതിര. IIT മദ്രാസിലെ PhD സ്കോളറാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ഷേപ്സ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നതാണ്. അതിൽ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ അയണിക് ബോണ്ടാ. നോട്ട്സ് എഴുതി എടുക്കുമല്ലോ അല്ലെ? അപ്പോൾ ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ എന്താണ് ഒരു അയണിക് ബോണ്ട്? നിങ്ങൾക്ക് എന്താ അറിയാവുന്ന ഒരു അയണിക് ബോണ്ടിനെ കുറിച്ച്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ശരി. രണ്ട് എന്താ പറയാ ആറ്റംസ് ഉള്ള അയണിക് ബോണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള, അതായത് കാറ്റയോണും ആനോണും തമ്മിലുള്ള ബോണ്ട് എന്തായിരിക്കും? എന്ത് ടൈപ്പ് ഓഫ് ബോണ്ട് ആയിരിക്കും? അതെ, കൂളോംബിക് ബോണ്ട് തന്നെയായിരിക്കും. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എന്ന് പറയും. അപ്പോ ഒരു ക്രിസ്റ്റൽ, അതായത് ഇപ്പോ NaCl ഒരു ക്രിസ്റ്റല്, NaCl ഒരു ക്രിസ്റ്റലിന്റെ ആ ലെയറിനെ നമ്മൾ ലാറ്റിസ് എന്ന് വിളിക്കും. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ? ലാറ്റസ്. ഹലോ ഹലോ അപ്പോ ഒരു ലാറ്റിസില് പോസിറ്റീവും നെഗറ്റീവും അയോൺസ് അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ച് ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അയണിക് ബോണ്ട് എന്ന് പറയും. ഓക്കെ, ബേസിക് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, എന്നാലും പറഞ്ഞു പോവാം. ഒരു അയണിക് സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അതായത് ഈ സമയത്തൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വിചാരിക്കണേ. സ്പീഡാവുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അയണിക് സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഹൈ കണ്ടക്ടിവിറ്റി ഇൻ ദി മോൾട്ടൺ സ്റ്റേറ്റ്. അതായത് ഇപ്പോ ഒരു സോളിഡ് ആയിട്ട്, അതായത് NaCl സോളിഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. കാരണം അതിലെ ആറ്റംസ് ഒക്കെ ടൈറ്റ്ലി പാക്ഡ് ആണ്. ഒരു സാധനം കണ്ടക്റ്റീവ് ആവണമെങ്കിൽ അവിടെ മൂവ്മെന്റ് വേണം, ഇലക്ട്രോൺസിന് മൂവ്മെന്റ് വേണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനെ കണ്ടക്റ്റീവ് ആക്കണമെങ്കിൽ അതിനെ മോൾട്ടൺ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരണം. അപ്പോ ഏതൊരു അയണിക് സബ്സ്റ്റൻസും അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിൽ ഹൈ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിരിക്കും. അയണിക് സബ്സ്റ്റൻസിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള സാധനത്തിനെയാണ് നമ്മൾ അയണിക് ലിക്വിഡ്സ് എന്ന് വിളിക്കണേ. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള അയണിക് ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അയണിക് ലിക്വിഡ്സ്. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രോപ്പർട്ടി they are high conductive in the molten state. Second property is they have high melting point. Ionic compounds have high melting points. നമുക്ക് NaCl ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിസ് ആയിട്ട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് NaCl തന്നെ എടുക്കാം. അപ്പം NaCl എന്ന് പറയുന്നത് നമുക്കറിയാതെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം അത് ഇൻ ജനറൽ അയണിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടി ആണ്. അപ്പൊ ഫസ്റ്റ് ഹൈ കണ്ടക്റ്റീവ്, സെക്കൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയാ. തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, അതായത് അയണിക് ബോണ്ടിങ് പോലെ നമുക്കറിയുന്ന വേറൊരു ബോണ്ടിങ് ആണ് കോവാലന്റ് ബോണ്ടിങ്. പക്ഷേ അയണിക് ബോണ്ട്സ് ആർ ലെസ് സ്ട്രോങ്ങർ ദാൻ കോവാലന്റ് ബോണ്ട്സ്. കോവാലന്റ് ബോണ്ട്സിനെ കുറിച്ച് അടുത്ത സെക്ഷനിൽ പഠിക്കും. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് ആയിട്ടുള്ളത്, അയണിക് കോമ്പൗണ്ട്സ് ആർ ഹാർഡ് ബട്ട് ബ്രിട്ടിൽ. അതായത് കോമ്പൗണ്ട്സ് ഹാർഡ് ആണ്, ബ്രിട്ടിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓക്കെ, എല്ലാത്തിന്റെയും ബേസിക്സ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ NaCl എടുക്കാം. നമ്മളൊരു ഉപ്പുകട്ട എടുത്താൽ ഉപ്പുകട്ട നമുക്ക് തല്ലിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ അയണിക് കോമ്പൗണ്ട്സ് ആർ ഹാർഡ് ബട്ട് ബ്രിട്ടിൽ. അതായത് ബ്രിട്ടിൽ ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ ആദിത്യം പറഞ്ഞ പോലെ
ഈ കോമ്പൗണ്ട്സിന്റെ ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അത് ബേസിക്കലി. അപ്പം ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് വെച്ചോ, ഒരു NaCl ക്രിസ്റ്റലിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പൊ Na+Cl- എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഇത് കിടക്കുന്നത്. ഈ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് കിടക്കുന്നതിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഡിസ്പ്ലേസ്ഡ് ആയി പോകും. ഡിസ്പ്ലേസ്ഡ് ആയി പോയാൽ പിന്നെ ഈ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ മാറിയിട്ട് അത് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആവും. ഈ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആവുന്നത് കൊണ്ടാണ് അത് ബ്രിട്ടിൽ ആവണേ. ഓക്കെ, പിന്നെയുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോല്യൂബിൾ ഇൻ പോളാർ സോൾവെന്റ്സ്. അതായത് നമ്മൾ പറയുന്ന സോല്യൂബിലിറ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ലൈക്ക് സോൾട്സ് ഇൻ ലൈക്ക് സോൾവെന്റ്സ്. ആ ടേം ഇന്ത്യയിൽ, അതായത് ഇപ്പൊ വെള്ളത്തിലാണെങ്കിൽ വെള്ളം പോളാർ ആണ്. ഇപ്പൊ പോളാറിൽ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് സോൾവേറ്റ് ചെയ്യും. അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോലെ കാറ്റോണും ആനിയോണും അതിലുണ്ട്. അപ്പൊ അത് എന്തായാലും പോളാർ ആണ്. അപ്പൊ അത് പോളാർ സോൾവെന്റ്സിൽ സോല്യൂബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ വെച്ചാ ഇതിലെ അയണിക് കോമ്പൗണ്ട്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ അവരുടെ എനർജി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ cation and anion in an ionic compound is equal to Q plus into Q minus divided by 4 pi epsilon R. ഇതിൽ Q പ്ലസും Q മൈനസും ചാർജ് ആണ്, കാറ്റോണിന്റെ ആനോണിന്റെ ചാർജ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. എപ്സിലോണിന്റെ വാല്യൂ ഇതൊക്കെ നമ്മൾ എന്തായാലും അറിയുന്ന സാധനമാണ്. എപ്സിലോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0, പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്ന് പറയുന്നത് 8.854 into 10⁻⁻12 കൂളോം സ്ക്വയർ meter inverse joule inverse. Sorry. അവിടെ ജൂൾ ഇൻവേഴ്സ് ആണ്. അപ്പോ അതായത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to Q plus into Q minus by 4 by epsilon R ആണ്. അത് തന്നെ വാക്വത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 ആവും. അതായത് വാക്വത്തിലുള്ള പെർമിറ്റിവിറ്റി അതിന്റെ വാല്യൂ ആണ് ഈ തന്നത്. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് അയണിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കോമൺ അത്രയും പ്രോപ്പർട്ടീസ് ആണ് അയണിക് സബ്സ്റ്റൻസിനുള്ളത്. പിന്നെ പെർമിറ്റിവിറ്റി എന്താന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അത് പെർമിറ്റിവിറ്റി എന്നുള്ളതിനെ കൊണ്ട് എന്താ മനസ്സിലാക്കണേ? ഹലോ ക്ലിയർ അല്ല, ഒന്നുകൂടെ പറയാം. അതായത് ഒരു മീഡിയത്തില് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ പാസ് ചെയ്യിക്കാനുള്ള കഴിവാണോ? അതായത് പെർമിറ്റിവിറ്റി എന്തായാലും ബേസിക്സ് ആണ് നമുക്കറിയാം. ഇവിടെ ഉള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, അതായത് ഓരോ സോൾവെന്റിനും, അതായത് ഓരോ മീഡിയത്തിനും ഈ പറഞ്ഞ പോലെ പെർമിറ്റിവിറ്റി ഉണ്ട്. അപ്പോ കോമൺ ആയിട്ടുള്ള പോളാർ സോൾവെന്റ്സ്, അതായത് വെള്ളം, അമോണിയ ഒക്കെ പോലുള്ള പോളാർ സോൾവെന്റ്സിന് ഹൈ പെർമിറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, പെർമിറ്റിവിറ്റി ഓഫ് അമോണിയ എന്ന് പറയുന്നത് 2.2 into 10⁻⁻10 സെയിം യൂണിറ്റ്. ഈ വാല്യൂ ആണ്. അതായത് പെർമിറ്റിവിറ്റി ഓഫ് അമോണിയ ഇസ് 25 times പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്ന എന്താന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്ന എന്താ വെച്ചാൽ, attraction between ions dissolved in ammonia
is only 4% as great as in the absence of solvent. അതായത് അമോണിയയിലെ ഇപ്പം നമ്മൾ ഈ അയണിക് കോമ്പൗണ്ടിനടുത്ത് അമോണിയയിലും ഡിസോൾവ് ചെയ്യുന്ന വാക്വത്തിലും വെക്കുന്ന ഈ അയണിക് കോമ്പൗണ്ടിനെ. അപ്പോ അമോണിയയില് ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഈ അയണിക് കോമ്പൗണ്ട്സിന്റെ ഇൻ ബിറ്റ്വീനുള്ള അട്രാക്ഷൻസ് സോൾവെന്റ് ഇല്ലാതെ കിടക്കുന്ന ഒരു അയണിക് കോമ്പൗണ്ട്, അതായത് വാക്വത്തിൽ കിടക്കാന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസോൾവ് അല്ലാതെ ആസ് അയണിക് കോമ്പൗണ്ട് ആയിട്ട് തന്നെ അത് കിടക്കുന്നത്. അതായത് NaCl ആണെങ്കിൽ NaCl ക്ലോസ് പാക്ക് സ്ട്രക്ചർ ആയിട്ട് അത് വാക്വത്തിൽ കിടക്കുന്നത്. അപ്പൊ ഈ വാക്വത്തിൽ കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അമോണിയയിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് 4% ഇൻക്രീസ് മാത്രമേ അട്രാക്ഷനിൽ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ഇതിനെ കൊണ്ട് അർത്ഥാക്കുന്നത്. കൺഫ്യൂസ്ഡ് ആക്കിയോ ഞാൻ? ഓക്കെ, എന്നാ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ വേറൊരു ബേസിക് ആയിട്ടുള്ള അയണിക് കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇത് നിങ്ങൾ എഴുതണം. അയണിക് കോമ്പൗണ്ട്സ് ആർ യൂഷ്വലി ഫോംഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പാർട്ട് ഓഫ് ഗ്രൂപ്പ് 3, usually formed between group 1, group 2, part of group 3, and some lower oxidation states of transition metals. Ionic compounds are usually formed between group 1, group 2, part of group 3, and some lower oxidation states of transition metals as cations. ഇത്രയും പറഞ്ഞത് കാറ്റയോൺസ് ആണ്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പാർട്ട് ഓഫ് ഗ്രൂപ്പ് 3 ആൻഡ് സം ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. ഇത്രയും കാറ്റയോൺസ് ആണ്. അതിൽ ഇനി ആനയോൺസ് ആയിട്ട് ഉണ്ടാകുന്നത് ആക്റ്റീവ് നോൺ മെറ്റൽസ്, ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17 ആൻഡ് ഗ്രൂപ്പ് 16 ആൻഡ് നൈട്രജൻ. ഇത്രയാണ് കോമൺ ആയിട്ടുള്ള കാറ്റയോൺസും ആനയോൺസും. എഴുതിയായിരുന്നോ? സോളിഡ് സ്റ്റേറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞാണോ? സോളിഡ് സ്റ്റേറ്റ് കഴിഞ്ഞാണോ? അരങ്ങെടുത്തോ? എന്നാലും ഇപ്പൊ FCC, BCC ആ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, ആ സ്ട്രക്ചേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി അതാണ് ഇതിലെ അടുത്ത ടോപ്പിക്, ക്രിസ്റ്റൽ ലാറ്റിസസിന്റെ ഷേപ്സ്. ഷേപ്സ് അല്ല, അറേഞ്ച്മെന്റ്. ക്രിസ്റ്റൽ ലാറ്റിസസിന്റെ അറേഞ്ച്മെന്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസസ്. അതിൽ കുറച്ച് സബ്സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ. അതായത് സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് സ്ട്രക്ചർ പറയും. അത് കഴിഞ്ഞിട്ട് ഇതേ സ്ട്രക്ചറിൽ പെടുന്ന കുറച്ചധികം എക്സാമ്പിൾസ് പറയും. അതായത് NaCl സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ NaCl. അവിടെ ഇതേ സ്ട്രക്ചർ ഒബേ ചെയ്യുന്ന കുറച്ച് അധികം എക്സാമ്പിൾസും ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് NaClന്റെ ലാറ്റിസിന്റെ അറേഞ്ച്മെന്റ്. അതായത് സോഡിയം അയോൺസ് ഒരു ക്യൂബിന്റെ കോർണേഴ്സ്, അതായത് ഇവിടെ ഇപ്പൊ 4 ക്യൂബ്സ് ഉണ്ട്. ഇതിലെ ഒരു പർട്ടിക്കുലർ ക്യൂബ് എടുക്കുക. ആ ഒരു പർട്ടിക്കുലർ ക്യൂബിന്റെ അതായത് ഈ സ്മോൾ ബ്ലൂ കളർ സാധനമാണ് സോഡിയം. ഒരു പർട്ടിക്കുലർ ക്യൂബിന്റെ കോർണേഴ്സിലാണ് സോഡിയം ആറ്റം ഉണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഇതിലെ ഈ രണ്ടാമത്തെ ഇമേജ് എടുക്കാം. Z=0.5 ഇമേജ് എടുക്കാം. അതില് കോർണേഴ്സില്, അതായത് ക്യൂബിന്റെ കോർണേഴ്സിലും പിന്നെ വെച്ചാൽ ഫേസ് സെന്റേഴ്സിലും ആയിട്ട് സോഡിയം ഉണ്ടാവും. ഹലോ, ഓക്കെ, ഞാൻ കണക്ഷൻ. ഓക്കെ, കോർണേഴ്സിലും ഫേസ് സെന്ററിലും ആയിട്ട് സോഡിയം ഉണ്ടാവും. അതേപോലെ തന്നെ സിമിലർ ഫാഷനിൽ അടുത്ത ലെയറിൽ കോർണേഴ്സിലും ഫേസ് സെന്റേഴ്സിലും ആയിട്ട് ക്ലോറൈഡ്സും ഉണ്ടാവും.
ഈ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് അറിയേണ്ട കാര്യം ഇതിന്റെ കോർഡിനേഷൻ നമ്പറാണ്. അപ്പൊ NaCl ഒരു സോഡിയത്തിന് ചുറ്റും 6 ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ക്ലോറൈഡിന് ചുറ്റും 6 സോഡിയം അയോൺസും ഉണ്ടാവും. അതായത് Na+ന്റെയും Cl-ന്റെയും കോർഡിനേഷൻ നമ്പേഴ്സ് ആർ 6 ഹിയർ. കോർഡിനേഷൻ നമ്പർ ഓഫ് ബോത്ത് Na+ ആൻഡ് Cl- ആർ 6 ഹിയർ. ഓക്കെ, ഇതിൽ വരുന്ന അതായത് NaCl നമ്മൾ ഈ സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിലേക്ക് പോകത്ത്. ഇതിലുള്ള NaCl സ്ട്രക്ചർ ഒബേ ചെയ്യുന്ന വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ എക്സാമ്പിൾസും കൂടെ ഒന്ന് എഴുതിക്കോ. എക്സാമ്പിൾസ് ആർ lithium, sodium, potassium and rubidium halides. അതായത് ലിഥിയം വന്നു, സോഡിയം വന്നു, പൊട്ടാസ്യം വന്നു, റുബീഡിയം വന്നു. ഇതിന്റെ എല്ലാ ഹാലൈഡ്സും ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആൻഡ് റുബീഡിയം ഹാലൈഡ്സ്. പിന്നെ ബാക്കിയുള്ളത് അവിടെ സീഷ്യയാണ്. പക്ഷെ സീഷ്യത്തിന്റെ എല്ലാം ഒന്നും NaCl സ്ട്രക്ചർ ഒബേ ചെയ്യുന്നില്ല. സീഷ്യം ഫ്ലൂറൈഡ് മാത്രമാണ് NaCl സ്ട്രക്ചർ ഒബേ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഹാലൈഡ്സ് പ്ലസ് സീഷ്യം ഫ്ലൂറൈഡ്. പിന്നെ ഉള്ളത് സെക്കൻഡ് ഗ്രൂപ്പ് മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് പിന്നെ ഉള്ളത് കാഡ്മിയം ഓക്സൈഡ്സ്. ഈ മെഗ്നീഷ്യം, കാൽഷ്യം അതിന്റെ ഓക്സൈഡ്സ്, അതായത് മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് കാഡ്മിയം ഓക്സൈഡ്സ്. അതാണ് ഇതിൽ വരുന്ന എക്സാമ്പിൾ. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ടൈപ്പാണ് സീഷ്യം ക്ലോറൈഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് സീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സീഷ്യം ക്ലോറൈഡ് മാത്രമല്ല ഇത് ഒബേ ചെയ്യുന്നത്, സിമിലർ ആയിട്ട് വേറെ കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സീഷ്യം ക്ലോറൈഡിന്റെ സ്ട്രക്ചറിനെ നമ്മള് ക്യൂബിക് അറേഞ്ച്മെന്റ് എന്ന് പറയും. സീഷ്യം ക്ലോറൈഡിന്റെ സ്ട്രക്ചറിനെ ക്യൂബിക് അറേഞ്ച്മെന്റ് എന്ന് പറയും. ഇവിടെ എന്താ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പം സീഷ്യം കോർണറിലും ക്ലോറിൻ നടുവിലും എന്ന് പറഞ്ഞാൽ ഇതേ റിപ്പീറ്റിംഗ് സ്ട്രക്ചർ അല്ല ബാക്കിയുള്ളത്. അതായത് ഈ പറയുന്ന കോമ്പൗണ്ട്സിലൊക്കെ 1:1 റേഷ്യോയിലാണ് കാറ്റയോണും ആനിയോണും ഉള്ളത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ക്യൂബ്, അതായത് ഇപ്പൊ ഈ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്യൂബില് ക്ലോറൈഡ് ആണ് കോർണറിൽ, നേരെ തിരിച്ചായിരിക്കും, എന്നാലും ക്ലോറൈഡ് ആണ് കോർണറിൽ, സീഷ്യം ആണ് നടുവിൽ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്യൂബില് നേരെ തിരിച്ചായിരിക്കും വരിക. ഓക്കെ ഓക്കെ അപ്പം ക്യൂബിക് അറേഞ്ച്മെന്റ് ആണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ അറിയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം കോർഡിനേഷൻ നമ്പർ ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8 CS+ന്റെയും Cl-ന്റെയും രണ്ടിന്റെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8. കാരണം ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിലാണ് കൗണ്ടർ ആയിട്ടുള്ള ആനിയോൺ, ഏതർ ആനിയോൺ ഓർ കാറ്റയോൺ ഓക്യുപ്പൈ ചെയ്യുന്നത്. സെൻട്രൽ ആ മറ്റേ കൗണ്ടർ ആയിട്ടുള്ള അയോൺ. അപ്പോ ഒരു അയോണിന്റെ ചുറ്റും 8 ആണുള്ളത്. പിന്നെ വെച്ചാൽ ഇമാജിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. അതായത് ഇതൊരിപ്പോ ഒരു കുഞ്ഞ് ഇതായിട്ടാണ് കാണുന്നതെങ്കിലും ആക്ച്വലി ഈ നടുവിലുള്ളത് ഇത്രയും വലുതായിരിക്കും, ഇവിടെയുള്ളത് അത്ര തന്നെ വലുതായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും. ഇത് യൂഷ്വലി ഒരു ക്രിസ്റ്റൽ ലാറ്റസിൽ ആനിയോൺ ആയിരിക്കും വലുത്. കാരണം ആനിയോൺ ആണ് നമുക്കറിയാം, നെഗറ്റീവ് ചാർജ് ഉള്ളത് ആനിയോൺ ആണ്. അപ്പൊ അതിന്റെ വലിപ്പമായിരിക്കും കൂടുതൽ. അപ്പം അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഈ നമ്മൾ ബോളായി വരച്ചിട്ടുള്ളതും ശരിക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം സീഷ്യം ക്ലോറൈഡില് കോർഡിനേഷൻ നമ്പർ ഞാൻ പറഞ്ഞു 8. അപ്പം സീഷ്യം ക്ലോറൈഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒന്നെന്തായാലും CSCl, അടുത്തത് സീഷ്യം ബ്രോമൈഡ് CSBr, അടുത്തത് സീഷ്യം അയഡൈഡ്. നമ്മൾ പറഞ്ഞു മറ്റേ സീഷ്യം ഫ്ലൂറൈഡ് വന്നിട്ട് NaCl സ്ട്രക്ചർ ആണ്. സീഷ്യത്തിന്റെ ബാക്കി ഹാലൈഡ്സ് വന്നിട്ട് സീഷ്യം ക്ലോറൈഡ് സ്ട്രക്ചർ ആണ് ഒബേ ചെയ്യുന്നത്.
ഓക്കെ. പിന്നെ ഇതിൽ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ഉണ്ട്, എഴുതുന്നു വിശ്വസിക്കുന്നു. All of the alkali halides except lithium salts. All of the alkali halides, അതായത് NaCl ആയാലും KCl ആയാലും, all of the alkali halides except lithium salts can be forced to CSCl structures. അതായത് വേറെ ഏത് സ്ട്രക്ചറിൽ ഇപ്പം നമ്മൾ പറഞ്ഞ NaCl സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, പക്ഷെ ആ NaCl തന്നെ ഹൈ പ്രഷറിൽ ഫോഴ്സ് ചെയ്ത് CSCl സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ഓൾ ഓഫ് ദി ആൽക്കലി ഹാലൈഡ്സ് എക്സെപ്റ്റ് lithium salts can be forced to CSCl structures at high pressure. All of the alkali halides except lithium salts can be forced to CSCl structures at high pressure. പിന്നെയുള്ള അടുത്ത എക്സാമ്പിൾസ് എന്താന്ന് വെച്ചാൽ, ഇനോർഗാനിക്കിൽ എന്തായാലും നമ്മൾ കുറെ സാധനങ്ങൾ ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. പക്ഷെ അതായത് ഈ പോർഷൻസ് ഞാൻ നോക്കിയിട്ട് അധികം ക്വസ്റ്റ്യൻസ് കണ്ടില്ല. ഇതേ ടോപ്പിക്കിൽ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് VSCPR തിയറിയും MOT ഒക്കെ വരുന്ന സമയത്ത് അതിൽ നിന്നാണ് കുറെ കൂടെ ക്വസ്റ്റ്യൻസ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്തായാലും വായിച്ചു പോകണം. അടുത്ത എക്സാമ്പിൾസ് എന്താന്ന് വെച്ചാൽ, അമോണിയം ഹാലൈഡ്സ് എക്സെപ്റ്റ് NH4S. സോറി, അമോണിയം ഹാലൈഡ്സ് എക്സെപ്റ്റ് NH4F. NH4F ഒബേ ചെയ്യുന്നില്ല, CSCl സ്ട്രക്ചർ അല്ലാതെ. റെസ്റ്റ് ഓഫ് ദി അമോണിയ ഹാലൈഡ്സ്. പിന്നെ ഉള്ളത് TLCl, TLBr, TLCN സയനൈഡ്, സീഷ്യം സയനൈഡ്, CSCN, CSSH. ഇതറിയാം, അതായത് കുറച്ചുകൂടെ കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്, എന്നാലും ഇത് ഒബേ ചെയ്യുന്നത് CSCl സ്ട്രക്ചറിനെ തന്നെയാണ്. അതായത് നമ്മൾ 1:1 ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്നാലും ഇതും അത് തന്നെയാ ഒബേ ചെയ്യാം. CSSCH സെലീനിയം, CSSCH, പിന്നെ ഉള്ളത് CSNH2. ഇത്രയും സ്ട്രക്ചേഴ്സ് ബേസിക് CSCl സ്ട്രക്ചറിനാണ്, അതനുസരിച്ചാണ് ഫോം ചെയ്യാറ്. പിന്നെ അടുത്ത കാറ്റഗറി സിങ്ക് ബ്ലെൻഡ് ആൻഡ് വൂട്ട്സൈഡ്. അതായത് ബേസിക്കലി സാധനം സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡിന് രണ്ട് രൂപത്തിലും ഫോം ചെയ്യാൻ പറ്റും. സിങ്ക് ബ്ലെൻഡ് ആയിട്ടും വൂട്ട്സൈഡ് സ്ട്രക്ചർ ആയിട്ടും ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതില് വൂട്ട്സൈഡ് is hexagonal, and zinc blend is cubic structure. Woodsite is hexagonal and zinc blend is cubic structure. ഈ സ്ട്രക്ചർ നമ്മൾ ഓർത്തെടുത്താൽ അറിയാൻ മറ്റേ HCP CCP ലാറ്റിസസിനെ കുറിച്ചാണ് സംസാരിക്കണേ. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അപ്പൊ ഇപ്പം ഇത് മാത്രം എഴുതി വെക്കും. വുഡ്സൈറ്റ് ഹെക്സഗണലും സിങ്ക് ബ്ലെൻഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. ഇനി ഇവിടുത്തെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഈ സിംഗിൾ ആയിട്ട് ഉള്ള നമ്പറിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കാറ്റയോണിന്റെയും ആനിയോണിന്റെയും കോർഡിനേഷൻ നമ്പർ 4 ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന എക്സാമ്പിൾസ് ബെറീലിയം ഓക്സൈഡ് BeO, സിങ്ക് ഓക്സൈഡ് ZnO, ബെറീലിയം സൾഫൈഡ് BeS, മാംഗനീസ് സൾഫൈഡ് MnS, സിങ്ക് സൾഫൈഡ് നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് കാഡ്മിയം സൾഫൈഡ്, മെർക്കുറിക് സൾഫൈഡ് HgS, മെർക്കുറി അയഡ് സോറി സിൽവർ അയഡൈഡ് AgI, പിന്നെ ഉള്ളത് NH4S, ലാസ്റ്റ് വൺ SiC സിലിക്കൺ കാർബൈഡ്.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കോമ്പൗണ്ട്സ് എല്ലാം ചിലപ്പോ സിംഗ്ലൻഡ് സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ വുഡ് സൈറ്റ് ആവാം, ചിലപ്പോ രണ്ട് സ്ട്രക്ചറിലും കാണപ്പെടാം. അതായത് ഡിസ്റ്റിങ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഇത് രണ്ടും ബിലോങ്സ് ടു സിംഗ്ലൻഡ് ആൻഡ് വുഡ് സൈറ്റ്. അങ്ങനെയാണ് ഈ എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 കാറ്റഗറി, സോഡിയം ക്ലോറൈഡും സീഷ്യം ക്ലോറൈഡും സിങ്ക് സൾഫൈഡ്, ഈ സിംഗ്ലൻഡും വുഡ് സൈറ്റും 1:1 കാറ്റോൺ ഈസ് ടു ആനോൺ റേഷ്യോയിലാണ് വരുന്നത്. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് 1:2 വരുന്നത്. 1:2 cations is to anions. 1:2 cations is to anions. അതിലൊരു മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ഫ്ലൂറൈറ്റും ആന്റിഫ്ലൂറൈറ്റും. സ്പീഡ് ആവുണ്ടോ? കേട്ടില്ല. ഓക്കെ, അതിലെ കാറ്റഗറിയാണ് ഫ്ലൂറൈറ്റും ആന്റിഫ്ലൂറൈറ്റും. അതില് ബേസിക് സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഫ്ലൂറൈഡ് അയോൺസ് ക്യൂബിന്റെ ഈ കാണിച്ച ഫ്ലൂറൈഡ് അയോൺസ് ആണെന്ന് വെച്ചോ. അതായത് ഫ്ലൂറൈഡ് അയോൺസ് ക്യൂബിന്റെ കോർണേഴ്സിലും ഫേസസിലും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ ഫ്ലൂറൈഡ് അയോൺസിന്റെ ടെട്രാഹിഡ്രൽ വോയിഡ്സിലായിരിക്കും കാറ്റയോൺ വരുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ഫ്ലൂറൈഡ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഫ്ലൂറൈറ്റില് ഫ്ലൂറൈഡ് അയോൺസ് വരുന്നത് കോർണറിലും ഫേസ് സെന്റേഴ്സിലും വരും. എന്നിട്ട് അതിലെ ടെട്രാഹിഡ്രൽ വോയിഡ്സില് കാറ്റയോൺ വരും. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന എക്സാമ്പിള് കാൽഷ്യം ഫ്ലൂറൈഡ് ആണെന്ന് വെച്ചോ. ഓക്കെ, അതിൽ കാൽഷ്യം വരുന്നത് ടെട്രാഹിഡ്രൽ വോയിഡ്സില്. ഒരു ടെട്രാഹിഡ്രൽ വോയിഡ് എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് അറിയായിരിക്കുമല്ലോ അല്ലെ? അറിയാവോ? അറിയാന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടി ഇത് മെൻഷൻ ചെയ്യും. അപ്പം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അപ്പം കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്ലൂറൈഡ്സിന്റെ സ്ട്രക്ചറിൽ ഫ്ലൂറൈഡ്സിന്റെ സ്ട്രക്ചർ ഒബേ ഫ്ലൂറൈഡ്സിന്റെ സ്ട്രക്ചർ ഒബേ ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് കാൽഷ്യം ഫ്ലൂറൈഡ്, CaF2, സ്ട്രോൺഷ്യം, SrF2, BaF2, ലെഡിന്റെ PbF2. ഓക്കെ, അതാണ് ഫ്ലൂറൈഡ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾസ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് കാറ്റയോണിന്റെ coordination number of cation is equal to 8. Coordination number of anion is equal to 4. Okay. Okay. Examples, കുറച്ച് examples ഇവിടെ പറഞ്ഞു. CaF2, SrF2, barium F2, lead F2. പിന്നെയുള്ള ബാക്കി എക്സാമ്പിൾസ് കാഡ്മിയം ഫ്ലൂറൈഡ്, മെർക്കുറിക് ഫ്ലൂറൈഡ്, പിന്നെയുള്ളത് ഡയോക്സൈഡ്സ് ഓഫ് സിർക്കോണിയം, ഹാഫ്നിയം. Dioxides of zirconium, hafnium. Next is dioxides of lanthanides, some of the lanthanides and some of the actinides. Dioxides of some of the lanthanides and some of the actinides. അപ്പോൾ ഫ്ലൂറൈഡ് സ്ട്രക്ചർ കണ്ടു. ഫ്ലൂറൈഡ് സ്ട്രക്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് ആന്റി ഫ്ലൂറൈഡ്. അതായത് ഇപ്പോ ഫ്ലൂറൈഡ് സ്ട്രക്ചറിൽ ഇപ്പം F- കോർണേഴ്സിലും കാറ്റയോൺ ടെട്രാഹൈഡ്രൽ വോയിഡ്സിലും ആണെങ്കിൽ ആന്റി ഫ്ലൂറൈഡ് സ്ട്രക്ചറിൽ കാറ്റയോൺ ആയിരിക്കും കോർണേഴ്സിലും
ആനയോൺ ആയിരിക്കും ടെട്രാഹൈഡ്രൽ വോയിഡ്സ്. ഓക്കെ, ഇത് രണ്ടും, ഇത് കാറ്റയോണിന്റെ ആനയോണിന്റെ പൊസിഷൻ റിവേഴ്സ് ചെയ്ത ആന്റി ഫ്ലൂറൈറ്റ് കിട്ടി. ആന്റി ഫ്ലൂറൈറ്റിന്റെ എക്സാമ്പിൾസ് ആയിട്ട് Na2O, Li2O, K2O. Okay. ഇനി അടുത്ത കാറ്റഗറിയാണ് റുട്ടൈൽ സ്ട്രക്ചേഴ്സ്. RUTILE, റുട്ടൈൽ സ്ട്രക്ചർ. റുട്ടൈൽ സ്ട്രക്ചറിന്റെ ഒരു ജനറൽ എക്സാമ്പിൾ ആണ് TiO2. ഓക്കെ, അതായത് TiO2 ശരിക്കും ക്രിസ്റ്റലൈസ് ചെയ്യും. ഒന്നുകൂടെ പറയാമോ? അതായത് ഇന്റർനെറ്റിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഫ്ലൂറൈറ്റിന്റെ അതേ കോർഡിനേഷൻ നമ്പർ ആണോ ആന്റി ഫ്ലൂറൈറ്റിൽ? അത് നേരെ റിവേഴ്സ് ചെയ്യും. അതായത് കോർഡിനേഷൻ നമ്പർ ഓഫ് ആനയോൺ ആയിരിക്കും അവിടെ ഇട്ട് കേട്ടോ. അപ്പൊ അടുത്ത കാറ്റഗറിയാണ് റുട്ടൈൽ സ്ട്രക്ചർ. TiO2 അതിന്റെ കോമൺ എക്സാമ്പിൾ. അതായത് TiO2 ശരിക്കും 3 ക്രിസ്റ്റൽ ഫോംസിൽ 3 ക്രിസ്റ്റലായിട്ട് 3 ടൈപ്പ് ഓഫ് ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യാം. എന്തായാലും പേര് എഴുതി വെച്ചോ, ഇതൊന്നും അത്ര അത്യാവശ്യമില്ലായിരിക്കും. അനാട്ടേസ്, ANATASE, അനാട്ടേസ്, ബ്രൂക്കൈറ്റ്, BROOKITE, മൂന്നാമത്തെയാണ് റുട്ടൈൽ. ഓക്കെ, 3 സ്ട്രക്ചറിലായിട്ട് TiO2 ഫോം ചെയ്യാം. അതിലൊന്നാണ് റുട്ടൈൽ. നമ്മൾ അതിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റുട്ടൈൽ സ്ട്രക്ചറിലെ കാറ്റയോണിന്റെ കോർഡിനേഷൻ നമ്പർ ഓഫ് കാറ്റയോൺ ഇസ് 6. കോർഡിനേഷൻ നമ്പർ ഓഫ് ആനയോൺ ഇസ് 3. ഓക്കെ, ഇനി റുട്ടൈൽ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾസ് dioxides of Cr, Mn, Ge, Ru, ruthenium, Rh, tin, osmium, iridium, platinum and lead. ഇത്രയും എലമെന്റ്സിന്റെ ഡയോക്സൈഡ്സ്, അതാണ് റുട്ടൈൽ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ. വേറൊരു സ്ട്രക്ചറാണ് അടുത്ത കാറ്റഗറിയാണ് ബീറ്റ ക്രിസ്റ്റോബലൈറ്റ് സ്ട്രക്ചർ. ബീറ്റ ക്രിസ്റ്റോബലൈറ്റ് സ്ട്രക്ചർ.